എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കുന്ന പൂരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2024 എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. പൂരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2024 പൂരം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം. King of Pentacles, Nine of Cups, Devil Energy, Star, Wheel of Fortune and Magician. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജീസ് ആണ് നിങ്ങളുടെ അവസാന പകുതി. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിന്റെ അവസാന പകുതി നിങ്ങൾക്ക് വളരെയധികം സംതൃപ്തിയും ഐശ്വര്യവും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാലഘട്ടം എന്ന് തന്നെ പറയാവുന്ന ഒരു സമയമാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷവും സംതൃപ്തിയും ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അറിയാനായിട്ടും കാണാനായിട്ടും കഴിയും. എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് റീഡിംഗിലേക്ക് കടക്കാം. ആദ്യം തന്നെ കിങ് ഓഫ് പെന്റക്കിൾസ് എനർജി. കിങ് ഓഫ് കോയിൻസ് നിങ്ങളെ സംബന്ധിച്ച് ബിസിനസ് മേഖലയിലുള്ളവര് വളരെയധികം ഉന്നമനം പ്രാപിക്കുന്ന സമയമാണ്. അതേപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പാർട്ട് ടൈമായിട്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ടാവും. ചിലപ്പോൾ ഷെയർ ട്രേഡിംഗ് അതുപോലുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ധനം സമ്പാദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്ന ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളവരാണെങ്കിൽ വൈറൽ വീഡിയോസ് ഒക്കെ വൈറൽ ആവാനുള്ള സാധ്യതയും അതുപോലെയൊക്കെ സിറ്റുവേഷൻസ് ഉണ്ട്. വളരെയധികം വർക്ക് എത്തിക്സോട് കൂടിയിട്ട് ജോലിയിൽ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് ജോലി കാര്യങ്ങൾ വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചെയ്യുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ജോലി ചെയ്യുന്നതെങ്കിലും നിങ്ങളുടെ മേലധികാരികൾ അത് കാണാതെ പോകുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കാതെ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാർത്ഥത മറ്റുള്ളവർ അതായത് നിങ്ങളുടെ മേലധികാരികൾ കണ്ടറിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ യു ലേൺ ദ ഹാർഡ് വേ, അതായത് നമ്മൾ എളുപ്പത്തിൽ പഠിക്കുന്നുണ്ട്. നമ്മൾ ചില കാര്യങ്ങൾ പാഠങ്ങളാണ് എന്ന് നമ്മൾ പറയും, ലെസൺസ് ആണെന്ന് പറയും. അപ്പോൾ ലെസൺസ് ആവണമെങ്കിൽ നമ്മൾ പഠിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ വീണിട്ടാണ് നമ്മൾ നടക്കാൻ പഠിക്കുന്നതെന്ന് പറയുന്ന പോലെ ആദ്യം ഒരു വീഴ്ച ഉണ്ടാവും, വീഴ്ചയിൽ നിന്നാണ് നിങ്ങൾ പാഠം പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഇത് നിങ്ങൾക്ക് വലിയൊരു പാഠം തന്നെയാണ് എന്ന് മാത്രമല്ല, ഇതൊരു പാഠമായിട്ട് ഉൾക്കൊണ്ടിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇനി ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് വരുത്താതിരിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ലൈഫിൽ മുന്നോട്ടേക്ക് പോകാം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതൊരു സെൽഫ് ക്രിട്ടിക്കലായിട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ്. കാരണം സ്വയം നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യണം, അതായത് ഇതൊക്കെ എന്റെ കുറ്റമാണ്, ഞാൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവനോനെ സ്വയം പഴിക്കുന്ന ഒരു സാധ്യതയുണ്ട്. അപ്പൊ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നാൽ അവനോനെ സ്വയം പഴിക്കുന്ന ഒരു ഇതിൽ നിന്ന് മാറിയിട്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു, അതിൽ നിന്ന് മാറണം, പിന്നെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിന് വേണ്ടുന്ന സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്തുകയോ അല്ലെങ്കിൽ ആ ഒരു തെറ്റ് ഇനി ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക, അല്ലാതെ സ്വയം പഴിക്കാതിരിക്കുക എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം ഇവിടെ നമ്മൾ 9 ഓഫ് കപ്സ് എനർജിയാണ്. ആങ്സൈറ്റിയും സ്ട്രെസ്സും ഒക്കെ ഉണ്ട്. സ്വയം ഇരുന്നിട്ടും നിങ്ങൾ ഒത്തിരി പഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഒത്തിരി താഴ്ത്തി കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു 9 ഓഫ് കപ്സ് എനർജിയാണ്. താഴ്ത്തി കാണുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നിരുന്നാലും അത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സാഹചര്യത്തിന്റെ ആവശ്യമില്ല. ഇതൊരു പാഠം പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ്. നിങ്ങൾ ആ പാഠം പഠിച്ചു കഴിഞ്ഞു, അതിനർത്ഥം മറ്റൊന്നുകൂടിയാണ്. അതായത് നിങ്ങൾ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ട് നിങ്ങൾക്ക് കാര്യം ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ്സിൽ ഇതിനു മുമ്പ് ചെയ്ത ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ട് പുതിയതായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇനിയൊരു തെറ്റ് പറ്റാതെ മുന്നോട്ടേക്ക് പോകുന്നത് കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടാൻ പറ്റും. ബിസിനസ്സിൽ മാത്രമല്ല കേട്ടോ. നിങ്ങൾ ബിസിനസ് എന്ന് പറഞ്ഞത് കുറച്ച് ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള സാഹചര്യം ഉണ്ട്. അപ്പൊ ബിസിനസ്സിലുള്ളവർക്ക് വളരെ നല്ല സമയമാണ് പ്രത്യേകിച്ച്. അതേപോലെ തന്നെ ഇപ്പൊ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും നിങ്ങൾ പഠിക്കുന്ന രീതികളിലോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന വിഷയത്തിലോ അല്ലെങ്കിൽ എവിടെ പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് ലഭിച്ചു കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക ഇതിങ്ങനെയല്ലായിരുന്നു, ഇതല്ല എനിക്ക് വേണ്ടത്. അത് ഒരു സമയത്ത് നമ്മൾ പലതും ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാനായിരിക്കും.
അപ്പൊ അതിൽ നിന്നൊക്കെ പുറത്ത് കിടക്കുക. നിങ്ങൾ വളരെയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ബി കെയർഫുൾ. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതിന് കുറച്ച് ശ്രദ്ധ കൊടുക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ശരിക്കും ജെനുവിനായിട്ട് നിങ്ങൾക്ക് വേണമോ എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇത് കിട്ടിക്കഴിയുമ്പോൾ ഇത് വേണ്ടായിരുന്നു, അയ്യോ ഇതല്ലല്ലോ എന്നുള്ളൊരു ചിന്തയിലേക്ക് പോയിട്ട് കാര്യമില്ല. ഓക്കെ, ഇനി നമ്മൾ ഡെവിൾ എനർജിയാണ്. അപ്പോൾ ഈ ഒരു മാസത്തിന്റെ ഒരു പകുതി ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഏകദേശം ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ നേടുന്ന സാഹചര്യമാണ്. അപ്പോൾ ഈ പറയുമ്പോൾ ഇപ്പൊ നമ്മൾ വിചാരിക്കും വളരെ സന്തോഷമുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ നേടുന്നു എന്നുള്ളൊരു കാര്യം. എളുപ്പത്തിൽ നമ്മൾ പല കാര്യങ്ങളും നേടുന്നു എന്ന് പറയുമ്പോൾ ആളുകൾ ഈ ഒരു സമയത്ത് എല്ലാം ലഭിക്കും, കണ്ണടച്ചിരുന്നാൽ വെറുതെ കയ്യിലേക്ക് വന്ന് വീഴും എന്നുള്ളതല്ല. മാറ്റങ്ങൾ വരുന്നുണ്ട്, സമൃദ്ധിയും ഐശ്വര്യവും വരുന്നുണ്ട്. അപ്പൊ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നിങ്ങൾ വഴിതെറ്റി പോകാനുള്ള ഒരു സാഹചര്യവും ഈ സമയത്ത്. വഴിതെറ്റി എന്ന് പറയുമ്പോൾ സുഹൃത്ത് ബന്ധങ്ങളാവാം, അത് വലിയ രീതിയിൽ ഇപ്പോൾ നിങ്ങൾ മദ്യപാനമോ മറ്റു വഴികളിലൂടെ പോകുന്നത് മാത്രമായിരിക്കില്ല. നിങ്ങൾ അനാവശ്യമായിട്ട് പൈസ ചെലവാക്കുക. അതായത് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ മേടിച്ചു വയ്ക്കും. ഇപ്പൊ നിങ്ങൾക്കൊരു പ്രൊമോഷൻ ലഭിക്കുന്നുണ്ടാവാം, പ്രൊമോഷൻ ലഭിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ പൈസ കിട്ടുമ്പോൾ ആ പൈസ കിട്ടിയ ഉടനെ തന്നെ നിങ്ങളുടെ അപ്പോഴത്തെ വരുമാന രീതിക്കേക്കാൾ ഇരട്ടിയുടെ അല്ലെങ്കിൽ 10 ഇരട്ടി വരുന്ന രീതിയിലുള്ള എന്തെങ്കിലും ലക്ഷത്തിന്റെ കാറുകളോ ഇത്ര ലക്ഷത്തിന് കൂടുതൽ ഉള്ള കാറുകളോ മറ്റൊക്കെ വാങ്ങിക്കുന്നുണ്ടാവാം. അപ്പോൾ അത് വാങ്ങിച്ചു കഴിയുമ്പോൾ പിന്നീട് ആയിരിക്കും നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ വേറെ പല പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഈ ഒരൊറ്റ കാര്യത്തിൽ തീർന്നു പോകുന്നതുകൊണ്ട് വേറെ പലതും മേടിക്കാൻ പറ്റാതെ ആവുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള ബഡ്ജറ്റ് ചെയ്ത് കാര്യങ്ങൾ വ്യക്തമായിട്ട് നല്ലൊരു ഫിനാൻസ് നല്ല രീതിയിൽ നോക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക. പൈസ കയ്യിൽ വന്നു കഴിയുമ്പോൾ ഒറ്റയടിക്ക് കണ്ണടച്ച് അപ്പം തന്നെ ഒന്നും മേടിക്കാതിരിക്കുക. കുറഞ്ഞത് ഒരു 2-3 മാസമെങ്കിലും വെയിറ്റ് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് കയ്യിൽ ആദ്യം പൈസ വരുമ്പോൾ പെട്ടെന്നുള്ള ഒരു ഇതിൽ വാങ്ങിക്കുന്നതിന് പകരം ഒരു 2 മാസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങളൊന്ന് കാമാവും. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് എന്താ എവിടെ ചെലവാക്കണം എന്നറിയാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കുറച്ച്, അതായത് മറ്റുള്ളവരാൽ നിങ്ങൾ കുറച്ചുകൂടി റെസ്പെക്റ്റ് അല്ലെങ്കിൽ മറ്റുള്ളവരെ നിങ്ങളെ ആദരിക്കുകയും മറ്റും ഫാൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയം കാണിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളായിട്ട് പഠിക്കുന്നവര് അതേസമയം തന്നെ കലാപരമായിട്ടോ സ്പോർട്സ് പരമായിട്ടോ ഒക്കെ ബന്ധമുള്ള ആളുകൾ ആ മേഖലയിൽ വിജയിച്ച് നിങ്ങളെ മറ്റുള്ളവരെ ഓട്ടോഗ്രാഫ്സ് വാങ്ങി അതുപോലുള്ള ഒരു സാഹചര്യം ചില ആളുകളിൽ കാണിക്കുന്നുണ്ട്. അതേസമയം തന്നെ സിനിമ സീരിയൽ മേഖലകളിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇപ്പോൾ ഒരു സീരിയലോ സിനിമയോ ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ ഡയറക്ടറോ പാട്ട് പാടുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മീഡിയ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു അവാർഡോ അങ്ങനെ റെക്കഗ്നിഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഒരു സൂചന. നിങ്ങളിപ്പോ ഏതെങ്കിലും സിനിമ സീരിയൽ മേഖലയിലായിരിക്കും, നിങ്ങൾ അറിയപ്പെടുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കും, പക്ഷേ നിങ്ങൾ ആ ഒരു ഫോമിലായിരിക്കും, ആ ലെവലിലായിരിക്കില്ല. പക്ഷെ ഇപ്പോൾ വരുന്ന ഒരു പ്രത്യേക നിങ്ങൾ ചെയ്യുന്ന എന്തോ ഒരു വർക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അത് വൈറലാവുകയും വളരെയധികം പ്രശസ്തിയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സമയം കാണിക്കുന്നുണ്ട്. പേരും പ്രശസ്തിയും നേടാനുള്ള ഒരു അവസരം ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്, പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച്. അതേസമയം തന്നെ വീൽ ഓഫ് ഫോർച്യൂൺ എനർജിയാണ്. അപ്പോൾ സ്വത്ത് വകകളൊക്കെ ഭാഗം വെച്ചിട്ടില്ലാത്തവർക്ക് അതൊക്കെ ഭാഗം വെച്ച് കിട്ടുന്നുണ്ടാവാം. സ്വത്ത് സംബന്ധിച്ച് സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പാകുന്ന സമയമാണ്. അതേപോലെ തന്നെ ചില ആളുകൾ പാരന്റ്സിന്റെ ഭൂസ്വത്തുക്കളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾ എന്തോ ഒന്ന് പുതിയൊരു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച ഒരു കാര്യം വാങ്ങിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഒരു ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു പെറ്റ്, ഒരു വളർത്തു മൃഗത്തെ ഒക്കെ വാങ്ങിക്കുന്നതാവാം. അതായത് നിങ്ങൾ ഒത്തിരി നാളുകൾ നിങ്ങളോടൊപ്പം നിൽക്കുന്ന ചില ആളുകൾക്കത് എന്തെങ്കിലും മറ്റെന്തെങ്കിലും കാര്യമായിരിക്കാം. ഒത്തിരി നാൾ നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന ചിലപ്പോൾ എന്തെങ്കിലും കാറോ അതുപോലുള്ള കാര്യങ്ങളും ആവാം. അത് ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ച്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിൽ മാത്രം അതിലേക്ക് പോവാം. സാമ്പത്തികം എന്ന് പറയുമ്പോൾ അപ്പോൾ കയ്യിലുള്ളതല്ല ഉദ്ദേശിക്കുന്നത്, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചിട്ട് കാര്യത്തിലേക്ക് മുന്നോട്ടേക്ക് പോവാന്നുള്ളതാണ്. പൊതുവെ കുറച്ച് സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന സമയമായതുകൊണ്ടാണ് അത് പറയുന്നത്. മെജീഷ്യൻ എനർജിയാണ്. ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്തവരൊക്കെ അതിന് വളരെയധികം സാധ്യതകളുള്ള സമയമാണ്. ഇപ്പോൾ ജോലിക്ക് അപ്ലൈ ചെയ്യുക, ഇന്റർവ്യൂസിന് പോവുക. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് ഇന്റർവ്യൂ കാർഡ് വരികയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് സ്വയം ഒരു വിശ്വാസം ഇല്ല, സാധ്യത ഇല്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ മറക്കുക, പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് പോവുക. സാധ്യതകൾ ഇല്ല എന്ന്, തീരെ സാധ്യത ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നിടത്ത് പോലും സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുക. പിന്നെ
നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ ഇതിന് സാധ്യതയില്ല, കുറച്ചും കൂടി നിങ്ങൾക്ക് മുകളിലാണെന്ന് തോന്നുന്നിടത്താണെങ്കിൽ പോലും ആപ്ലിക്കേഷൻ അയക്കുക. കാരണം ഇപ്പോഴത്തെ നിങ്ങളുടെ എനർജി മജീഷ്യൻ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ശ്രമിക്കുന്നോ, എങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നോ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അവസരങ്ങളും സാധ്യതകളും ഒക്കെ നിങ്ങളെ തേടി വരുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രമിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്താണോ അത് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. പൂരം നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.